Hey guys, welcome back to the channel Neat Physics. ഞാൻ ഗോപു ചന്ദ്രൻ. സോ നമ്മൾ ഇന്ന് കൈനമാറ്റിക്സിന്റെ ഫൈനൽ പാർട്ട് ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഇതിന്റെ തിയറി കണ്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. റിവർ ബോട്ട് പ്രോബ്ലം ആണ്. Swimmer in still water is 20 meter per second. അപ്പോൾ ഒരു മാൻ, നമുക്ക് VM നടക്കുക, ഒരു മാൻ സ്വിമ്മർ, അയാളുടെ സ്പീഡ് 20 meter per second ആണ് സ്റ്റിൽ വാട്ടറിൽ. ഓക്കെ, സ്പീഡ് ഓഫ് റിവർ ഇൻ വാട്ടർ, റിവറിന്റെ സ്പീഡ് എത്ര വന്നിരിക്കുന്നത്? റിവറിന്റെ സ്പീഡ് 10 meter per second വന്നിരിക്കുന്നത്. എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്? റിവർ ഈസ് ഫ്ലോയിങ് ഡ്യൂ ഈസ്റ്റ്. റിവർ എന്ന് പറയുന്നത് ഈസ്റ്റിലോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. Okay, if he is standing on the south bank of the river, ഇപ്പൊ ഇയാള് സൗത്ത് ബാങ്കിലാണ് നിൽക്കുന്നത്, സൗത്തിലാണ് നിൽക്കുന്നത്. ആൻഡ് ഇയാൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇതാണ് നമ്മുടെ റിവർ എന്ന് വിചാരിക്കും. ഇപ്പൊ രണ്ട് ബാങ്ക്. ഓക്കെ, റിവർ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്, ഇയാൾ ഇവിടെ നിൽക്കുന്നു, മാൻ ഇവിടെ നിൽക്കുന്നു. ഇയാൾക്ക് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്തണം വിത്ത് ഷോർട്ടസ്റ്റ് പാത്ത്. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹി ഷുഡ് റീച്ച് അറ്റ് പോയിന്റ് ബി. ഹി ഷുഡ് റീച്ച് അറ്റ് പോയിന്റ് ബി. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാള് ശരിക്കും ബീന്റെ ഡയറക്ഷനിൽ, അവിടെ റിവർ സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബിയിലേക്ക് നീന്തിയാൽ മതി. പക്ഷെ റിവർ സ്റ്റേഷനറി ആണോ? സ്റ്റേഷനറി അല്ല. റിവർ എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല. അയാൾ ബീന്റെ ഡയറക്ഷനിൽ നീന്തിയാൽ അയാൾ എത്തുന്നത് എവിടെയായിരിക്കും? അയാൾ എത്തുന്നത് ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും എത്തുന്നത്. അയാൾ എത്തുന്നത് സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും, അല്ലെ? ഇങ്ങനെ നീന്താൻ പാടില്ല. അപ്പൊ അയാൾ അങ്ങനെ നീന്തണം. ഹി ഷുഡ് സ്വിം ഇൻ ദിസ് ഡയറക്ഷൻ. ഇയാള് ഈ ഒരു സി എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ഷനിലേക്ക് സ്വിം ചെയ്താൽ മതി. ഈ ഒരു ഡയറക്ഷനിൽ സ്വിം ചെയ്യുകയാണെങ്കിൽ അയാൾ എവിടെ എത്തും? ബിയിലെത്തിക്കോളും. അപ്പൊ അയാൾ വെസ്റ്റിലോട്ടേക്കാണ് സ്വിം ചെയ്യുന്നത്. ഹി ഷുഡ് സ്വിം ഇൻ ദി വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ. ഓക്കെ, ഓപ്ഷൻ എല്ലാം വെസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ആംഗിൾ, പിന്നെ വേറെ ഫിഗർ വരയ്ക്കാം. ഇതാണ് റിവറിന്റെ ഡയറക്ഷൻ, അല്ലെ? റിവറിന്റെ ഫ്ലോന്റെ ഡയറക്ഷൻ. ഇയാൾ മൂവ് ചെയ്യേണ്ടത് എങ്ങനെയാ? ഈ ഒരു ഡയറക്ഷനിലേക്കാണ് മാൻ ഷുഡ് മൂവ്. അവർ ചോദിക്കുന്നത് ഈ ആംഗിൾ എത്രയാന്ന ചോദ്യം. വാട്ട് ഇസ് ദിസ് ആംഗിൾ തീറ്റ? നമ്മൾ വെസ്റ്റിലാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുന്ന് യു ക്യാൻ ടേക്ക് കോസ് തീറ്റ എന്നുള്ളത് എന്താ? വാട്ട് ഇസ് കോസ് തീറ്റ ഈക്വൽ ടു? വാട്ട് ഇസ് കോസ് തീറ്റ ഈക്വൽ ടു? അല്ലെങ്കിൽ വേണ്ട, സൈൻ തീറ്റ എടുക്കാം, അല്ലെ? വാട്ട് ഇസ് സൈൻ തീറ്റ ഈക്വൽ ടു? VM by VR ആണല്ലോ, VR by VM. സൈൻ തീറ്റ എന്നുള്ളത് VR by VM ആണ്. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു V റിവർ തന്നിട്ടുണ്ട് 10 by 20. യു വിൽ ഗെറ്റ് സൈൻ തീറ്റ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. സൈൻ തീറ്റ 1/2 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. സോ ഹി ഷുഡ് മൂവ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി, അല്ലെ? 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു നോർത്ത് ഡയറക്ഷൻ അല്ലേ, വെസ്റ്റ്. അതായത് 30 ഡിഗ്രി ആംഗിൾ ഹി ഷുഡ് മേക്ക്. ഒറിജിനൽ പോകുന്ന ആ ഒരു ഡയറക്ഷനിൽ നിന്നും 30 ഡിഗ്രി വെസ്റ്റിലോട്ടേക്ക് വേണം അയാൾ യാത്ര ചെയ്യാൻ. അതാണ് ഓപ്ഷൻ ബി. അതാണ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. Two particles A and B are moving in uniform circular motion. Okay, റേഡിയസ് RA RB തന്നിട്ടുണ്ട്. സർക്കുലർ പാത്തിന്റെ വെലോസിറ്റി VA യും VB ആണെന്ന് പറയുന്നുണ്ട്. ടൈം പീരീഡ് ഓഫ് റൊട്ടേഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അല്ല, ടൈം പീരീഡ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ എളുപ്പമായി. ടൈം പീരീഡ് സെയിം ആണെങ്കിൽ എന്റെയും ബിന്റെയും ആംഗുലർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലർ സ്പീഡ് തമ്മിലുള്ള റേഷ്യോ, യു നോ,
ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് 2π/t ആണ്. ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് 2π/t ആണ്. അതിൽ 2π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് സെയിം ടൈം പീരീഡ് എന്ന്. ടൈം പീരീഡും കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ എന്ന് വെച്ചാൽ 1:1 ആയിരിക്കും. ഒമേഗയുടെ റേഷ്യോ 1:1 ഓപ്ഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. വീണ്ടും സർക്കുലർ മോഷൻ ആണ് ചോദ്യം വന്നിരിക്കുന്നത്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് മൂവിംഗ് ത്രൂ എ സർക്കുലർ പാത്ത് ആണ്. റേഡിയസ് r തന്നിട്ടുണ്ട്. nth റൗണ്ട്. അപ്പൊ എത്ര റൗണ്ട്? nth റൗണ്ട്. ആ nth റൗണ്ട് കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി v0 ആണെങ്കിൽ വാട്ട് ഈസ് ആംഗുലർ എക്സലറേഷൻ? ആംഗുലർ എക്സലറേഷനോടെ ചോദ്യം ചോദിക്കുന്നു. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, n റൗണ്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് അയാൾ ട്രാവൽ ചെയ്ത് എന്തായിരിക്കും? ഒരു റൗണ്ട് ആണെങ്കിൽ 2πr ആയിരിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. റേഡിയസ് r ആണെങ്കിൽ ഒരു ഫുൾ റെവല്യൂഷൻ 2πr ആണെങ്കിൽ n റൗണ്ട് എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് n × 2πr ആയിരിക്കും അല്ലേ? ഇനി v² ഈക്വൽ ടു നമുക്കറിയാം u² + 2as ആണ്. വിക്ക് ഫൈനൽ വെലോസിറ്റി v0 തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി 0 + 2a × s ഈക്വൽ ടു എന്ത് എഴുതാം? 2πr × n എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സലറേഷൻ ഈക്വൽ ടു എന്ത് കിട്ടും? v0² / 2 × 2 4πr n കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സലറേഷൻ ഈക്വൽ ടു v0² / 4πr n കിട്ടും. പക്ഷെ ചോദ്യം ആംഗുലർ എക്സലറേഷൻ എന്താണെന്നാ ചോദ്യം. നമുക്കറിയാം ആംഗുലർ എക്സലറേഷൻ എന്ന് വെച്ചാൽ എന്താ? ലീനിയർ എക്സലറേഷൻ ബൈ റേഡിയസ് ആണ് അല്ലെ? ടാൻജൻഷ്യൽ എക്സലറേഷൻ ഈക്വൽ ടു r ആൽഫ എന്ന് പഠിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു at/r. ഈ a ആണ് എന്ത്? ടാൻജൻഷ്യൽ എക്സലറേഷൻ. തന്നെയാണ് നമ്മുടെ ടാൻജൻഷ്യൽ എക്സലറേഷൻ, ലീനിയർ എക്സലറേഷൻ. സോ യു വിൽ ഗെറ്റ് at എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? v0² / 4πr n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡഡ് ബൈ r ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v0² / 4πr² n എന്ന് കിട്ടും. v0² ഡിവൈഡഡ് ബൈ 4πr² n എന്ന് കിട്ടും. ഓപ്ഷൻ സി അല്ലേ വരുന്നു? ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. XY കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ 2 ഡയമെൻഷൻ ആണ്. എക്സലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് t ഈക്വൽ ടു 2 സെക്കൻഡ്. 2 സെക്കൻഡ് കഴിയുമ്പോൾ പാർട്ടിക്കിളിന്റെ എക്സലറേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ആഫ്റ്റർ 2 സെക്കൻഡ്. സോ ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? x ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 5t - 2t². അപ്പൊ അടുത്ത വെലോസിറ്റി ഇൻ x ഡയറക്ഷൻ എന്ത് ചെയ്താൽ മതി? dx/dt ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 5 - 4t എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സലറേഷൻ ഇൻ x ഡയറക്ഷൻ കിട്ടുമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് -4. ഇനി y ഡയറക്ഷനിൽ എക്സലറേഷൻ എന്തായിരിക്കും? y ഡയറക്ഷനിൽ dvy/dt അല്ലേ? അതിന് വാട്ട് ഈസ് vy ഈക്വൽ ടു? d/dt ഓഫ് 10t. ദാറ്റ് ഈസ് 10 എന്ന് കിട്ടും. കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി y ഡയറക്ഷനിൽ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സലറേഷൻ എന്ത് കിട്ടും? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. അപ്പൊ റിസൾട്ടന്റ് എക്സലറേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ax × i + ay × j എന്ന് എഴുതാം. വെക്ടർ ആയിട്ട് എഴുതാണെങ്കിൽ ay 0 ആണ്. യു വിൽ ഗെറ്റ് ax × i എന്ന് മാത്രം കിട്ടുന്നത് അല്ലേ? ദാറ്റ് ഈസ് -4i എന്ന് കിട്ടും. എക്സലറേഷൻ ഈക്വൽ ടു -4i. അപ്പൊ -4 m/s². ഓപ്ഷൻ ബി. ആൻസർ ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. യു ക്യാൻ സി ഒരു നോൺ യൂണിഫോം സർക്കിൾ ആണ്. കാരണം ഇവിടെ റിസൾട്ടന്റ് എക്സലറേഷൻ എ തന്നിട്ടുണ്ട്. അവിടെ പാർട്ടിക്കിൾ ക്ലോക്ക് വൈസ് ആണ് മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. റേഡിയസ് 2.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ എന്താണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദി സ്പീഡ് ഓഫ് ദി പാർട്ടിക്കിൾ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ടാൻജൻഷ്യൽ എക്സലറേഷൻ. ഇതാണ് നമ്മുടെ സെൻട്രിപെറ്റൽ എക്സലറേഷൻ. ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി.
ഇത് നമ്മുടെ റിസൾട്ടന്റ് ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ, റിസൾട്ടന്റിന്റെ കോസ് കമ്പോണന്റ് ആണ് അല്ലെ. അതുപോലെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ റിസൾട്ടന്റിന്റെ സൈൻ കമ്പോണന്റ് ആണ്. നമുക്കിത് മതി, എ സി ഈക്വൽ ടു എ കോസ് തീറ്റ. അപ്പൊ നിങ്ങൾക്ക് എ സി കോസ് തീറ്റ എ സി ഈക്വൽ ടു എന്ത് കിട്ടും, എ എന്താ തന്നിരിക്കുന്നത്, വാട്ട് ഈസ് എ ഈക്വൽ ടു 15 into cos 30, that is 15 into root 3 by 2, 15 into 1.7 by 2 എന്ന് എഴുതാം. So 15 into approximately എത്ര കിട്ടും, 0.8, 15 into 0.8 എന്ന് കിട്ടും. 8 4 12, അപ്രോക്സിമേറ്റ്ലി 12 വരും. 12നേക്കാളും കുറച്ച് കൂടും. അപ്രോക്സിമേറ്റ്ലി എന്ത് വരും, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നിയർലി 12 കിട്ടും. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമുക്കതിനെ v square by r എന്ന് എഴുതാം. v square by r or v square equal to 12 into r എന്ന് കിട്ടും. 12 into 2.5 approximately 30. പക്ഷെ 30നേക്കാളും ഒരു പിടി കൂടുതലായിരിക്കും അല്ലെ. നമ്മളിവിടെ √3 1.73 കേൾക്കണം, 1.7 എടുത്ത് എങ്കിലും കുഴപ്പമില്ല. v equal to √30 എന്ന് വരും. v equal to √30 നമുക്കറിയാം. ഈ √30 എന്ന് വെച്ചാൽ √25ന്റെയും √36ന്റെയും ഇടയിലാണ്. √30 എന്ന് വെച്ചാൽ √25ന്റെയും √36ന്റെ ഇടയിലാണ്. അതായത് 5ന്റെയും 6ന്റെയും ഇടയിലായിരിക്കും നിങ്ങൾക്ക് ഉത്തരം വരുന്നത്. 5ന്റെയും 6ന്റെയും ഇടയിലായിരിക്കും ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി. മനസ്സിലായോ? ഈ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, a particle in xy plane according to the rule x equal to എന്ത് തന്നിട്ടുണ്ട്, a sin omega t യും y equal to a cos omega t യും തന്നിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾ ഏത് പാത്തിലൂടെ ആയിരിക്കും മീൻസ് മൂവ് ചെയ്യുന്നത്, എലിപ്റ്റിക്കൽ പാത്താണോ, സർക്കുലർ പാത്താണോ, പാരബോളയാണോ, സ്ട്രേറ്റ് ലൈൻ ആണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഇക്വേഷൻ അങ്ങോട്ട് ലോക്കസ് കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ നോക്കിയേ, ഇപ്പൊ ഞാൻ ഇതിന് ഇക്വേഷൻ 1 എന്ന് എഴുതി, ഇതിന് ഇക്വേഷൻ 2 എന്ന് എഴുതി. നമ്മൾ ഇക്വേഷൻ 1 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടില്ലേ. അതുപോലെ ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി എന്നല്ലേ കിട്ടുന്നത്. ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്ത് വൈ സ്ക്വയർ, ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്താലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ ഇൻറ്റു കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി എന്നായിരിക്കും കിട്ടുന്നത് അല്ലേ. ആ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി 1 അല്ലേ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. അതിന്റെ റേഡിയസ് 1 ആയിരിക്കും. Equation represents a circle with radius a, not 1, with radius a. So the particle will describe in a circle. Clear ആണോ? അതാണ് നമ്മുടെ ചോദ്യം. അടുത്ത ചോദ്യം, നേരത്തെ ഫസ്റ്റ് ചോദ്യം പോലെ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യം അല്ലെ. ടൈം പീരീഡിന്റെ രണ്ട് പാർട്ടിക്കിളിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ആണ്. സർക്കുലർ പാത്ത് മൂവ് ചെയ്യാണ്. മാസ് ക്യാപിറ്റൽ എമ്മിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആറും സ്മോൾ എമ്മിന്റെ പാത്തിന്റെ റേഡിയസ് സ്മോൾ ആറും ആണ്. രണ്ടിന്റെയും വീണ്ടും ടൈം പീരീഡ് സെയിം ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി 1 ആയിരിക്കും. നോക്കേണ്ട ആവശ്യമുണ്ടോ? ആംഗുലർ വെലോസിറ്റി എന്ന് വെച്ചാൽ 2π/t ആണ്. 2πയും ടൈം പീരീഡും കോൺസ്റ്റന്റ് ആണെങ്കിൽ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ റേഷ്യോ 1:1 ആയിരിക്കും ആംഗുലർ വെലോസിറ്റിന്റെ. നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഒരു ചോദ്യം നോക്കാം. വെക്ടറായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. വെക്ടറിന്റെ ഈ ഡോട്ട് പ്രോഡക്റ്റും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. Two vectors a and b are such that magnitude of a plus b equal to magnitude of a minus b. What is the angle between two vectors? Magnitude of a plus b എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് a മൈനസ് b ഈക്വൽ ആണ്. ഇങ്ങനെ ചോദ്യം വന്നാൽ ആംഗിൾ ബിറ്റ്വീൻ a and b കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യും. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി
നമുക്ക് എ ബി കോസ് തീറ്റ എന്ന് എഴുതാം. വെക്ടറിനെ നിങ്ങൾ എക്സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2ab cos തീറ്റ. RHS എന്ത് കിട്ടും? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ എന്ന് കിട്ടും. LHSഉം RHSഉം a സ്ക്വയർ b സ്ക്വയർ ക്യാൻസൽ ആവും. അപ്പൊ യു വിൽ ഗെറ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4ab cos തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ cos തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. തീറ്റ 90 ഡിഗ്രി, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. ഇതേപോലെ ഒരു ചോദ്യമാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്റെയും മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിന്റെയും ഇൻഡിവിജ്വൽ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, ആൻസർ സി ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക, ഇതാണ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത എ പ്ലസ് ബിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ രണ്ടിന്റെ സെപ്പറേറ്റ് മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആകണമെങ്കിൽ എന്റെയും ബിന്റെയും മാഗ്നിറ്റ്യൂഡിന്റെ സം എന്ന് പറയുന്നത് എ പ്ലസ് ബിക്ക് ഈക്വൽ ആകണമെങ്കിൽ രണ്ട് വെക്ടേഴ്സ് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം. 2 വെക്ടേഴ്സ് ഷുഡ് ബി പാരലൽ. പാരലൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. പാരലൽ എന്ന് വെച്ചാൽ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. ഓപ്ഷൻ സി. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി, അത് നേരത്തെ ചെയ്ത അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തായിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ നമ്മുടെ കൈനമാറ്റിക്സ് 4th പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈനമാറ്റിക്സ് 4 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മോഷൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, സർക്കുലർ മോഷൻ ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോസ് ഓഫ് മോഷൻ നോക്കാം. സോ അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ. നാളെ കാണാം.